ചില്ല പൂക്കും കളിത്തോട്ടിലാടിയ അക്കിളെ നൊന്ത് പാടിയ ഗാനം ചില്ല പൂക്കും. അയ്യോ ഷിൻചാൻ എന്തോ പറ്റി? ഷിൻചാൻ എന്തോ കരയണ ഒച്ചയല്ലേ ഗൈസ് കേട്ടത്? ഷിൻചാൻ എന്തോ പറ്റി തോന്നുന്നു ഗൈസ്. അവൻ കരഞ്ഞോണ്ടിരിക്കുക. എടാ ഷിൻചാനെ ഗൈസ്, അവൻ അവിടെ നോക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. എടാ ഷിൻചാനെ എന്തും പറ്റിയടാ നിനക്ക്? നീ എന്തിനാണ് ഷിൻചാനെ കരയണത്? കരയാനാ മജനെ കരച്ചിലൊന്നുമല്ല, ശുദ്ധ സംഗീതം, ശുദ്ധ സംഗീതം. സംഗീതം സംഗീതോ ഇതോ ഗൈസ്? ഇവൻ പാടുന്ന പാട്ടയുടെ സംഗീതം പോലെ തോന്നുന്നുണ്ടോ? എന്താ പരിപാടി എന്നറിയില്ല. രാവിലെ മുതൽ എണീച്ചതേ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇന്നലെ രാത്രി കിടന്നപ്പോ എന്തോ പാട്ട് മത്സരത്തിന് കാര്യമൊക്കെ പറയണ്ടായിരുന്നു ഗൈസ്. എന്താ പരിപാടി ചോദിക്കട്ടാ. എടാ ഷിൻചാന്, നീ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടും ഗിത്താർ വായിച്ചോണ്ടൊക്കെ ഇരിക്കണത്? എന്റെ പൊന്ന് ഫ്രാങ്കിള്, എന്നും ഫ്രാങ്കിള് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ സ്കൂളിന്റെ ഒരു പരിപാടി ഉണ്ടെന്ന്. ആ പരിപാടി ഞാനാണ് പാട്ട് പാടാൻ പോണത്. ഗൈസ്, ഇവനാണോ പാട്ട് പാടാൻ വേണ്ടി പോണത് ഗൈസ്? അപ്പൊ ഇവന്റെ അപ്പൊ ഈ 2 കൊല്ലത്തിനിടെ 5ാമത്തെ സ്കൂളും കൂടി മാറ്റാൻ സമയമായി ഗൈസ്. ഇവരെല്ലാ സ്കൂളിലും ഇതുപോലെ പരിപാടിക്ക് പോയി പാട്ട് പാടും. ഈ പാട്ട് കേട്ട് ഇവനാണെങ്കിൽ സ്കൂളിൽ പബ്ലിക് ന്യൂസൻസ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് ഇവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും ഗൈസ്. ഇവന്റെ പാട്ടെന്ന് പറഞ്ഞ ഗൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തില്ല. എന്താവും എന്തോ ഇന്നറിയാം ഗൈസ്. ഇവ സ്കൂളിൽ ചെന്നിട്ട് എന്തു പണ്ടാരെ കാണിക്കാൻ പോണേന്ന്. ടൈമായി. എന്റെ ഗാനഗന്ധർവ ഷിൻചാന് സ്കൂളിൽ പോയി പാടാൻ സമയമായി. എല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ ഗൈസ്. ഇന്നാണെങ്കിൽ യുവജനോത്സവം പോലത്തെ പരിപാടിയാണ്. ഞങ്ങളുടെ സ്കൂളിലെ 3-5 കുട്ടികളൊക്കെ കാണും. അവരുടെ കൂടെ മുന്നിൽ നിന്ന് ഞാനാണ് പാട്ട് പാടേണ്ടത് ഗൈസ്. അപ്പൊ ഞാനും സ്കൂളിലേക്ക് പോട്ടെ. സമയമായി. ഇപ്പൊ സ്കൂൾ ബസ് വരുമായിരിക്കും ഗൈസ്. സ്കൂൾ ബസ് ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ നിർത്തിയത്. ഞാൻ സ്കൂളിലേക്ക് നടന്നു പോട്ടെ. എന്നോട് മറ്റേ നമ്മുടെ ഡോറിമോൻ അവരൊക്കെ പറഞ്ഞ് അവരെല്ലാരും വന്ന് നിപ്പുള്ളതാണ് ഗൈസ് പറഞ്ഞത്. ബെല്ലടിച്ച് ഞാൻ ഓടിപ്പോട്ടെ. അവരിവിടെ എവിടെയുണ്ട്? ഓ ദി ഹൾക്ക് മാമൻ വന്നിട്ടുണ്ടോ എന്റെ പാട്ട് പരിപാടി കാണാൻ വേണ്ടി? ഓ പൊളി ഹൾക്ക് മാമ നിങ്ങൾ ഉച്ചെടുക്കാൻ മാമൻ ഒഗ്ഗി. ഓ മോട്ടു പൊട്ടലു. ഓ ഡോറിമോൻ നൊബിത, നിങ്ങൾ എല്ലാരും വന്നോ എന്റെ പാട്ട് മത്സരം കാണാൻ വേണ്ടി? മത്സരമല്ല, എന്റെ ഒരു പരിപാടി കാണാൻ വേണ്ടി. കൊള്ളാം. മോനെ, നിന്റെ ഒരു പരിപാടി വരുമ്പോ ഞങ്ങള് വരാതിരിക്കോടാ. നിന്റെ വായിന്നൊരു നല്ലൊരു പാട്ട് കേട്ടിട്ടുണ്ടോ എനിക്കും മരിക്കാൻ? ഓ വയസ്സായടാ മോനെ, എനിക്ക് മരിക്കാറായി. മരിക്കണേന് മുന്നേ നിന്റെ വായിൽ നല്ലൊരു പാട്ട് കേട്ട് മരിക്കണമെന്നാണ് എന്റെ അന്ത്യാഭിലാഷം. അന്ത്യാഭിലാഷം നടത്താൻ വേണ്ടിയാണ് മോനെ ഞാനിവിടെ വന്നത്. അന്ത്യാഭിലാഷം നടത്താൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെയാണ് എന്റെ പാട്ട് പാടി കഴിയുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാരും മറ്റേ നമ്മുടെ സ്റ്റേജിന് അങ്ങോട്ട് വാ. ഞാനവിടെ കാണും. ഞാൻ ഇച്ചിരി പരിപാടി കൊണ്ടിട്ടാ. ഡോറിമോനെ സുഖല്ലടാ മന്നെ. എന്താ അമ്മനെ കിരികിരി ഗൈസ്. ഞാൻ അവിടെ പോയി ഒന്ന് എന്റെ സ്റ്റേജിന്റെ ഒക്കെ പരിപാടിയൊക്കെ നിക്കട്ടെ ഗൈസ്. ഓ എന്തോരോ ഗൈസ്, സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഈ മറ്റേ കുട്ടികളുടെ വീട്ടുകാരൊക്കെയാണ് ഗൈസ് ഈ വന്നേക്കണത്. അവരൊക്കെയാണ് ഇതേ നടന്നുകൊണ്ട് കുറെ പേര് സംസാരിക്കണം. കുറെ ഒച്ച, ഭയങ്കര ശല്യം ഗൈസ്. ഓ ഇവിടെയാണ് ഗൈസ് പാട്ട് പാടുന്നത്. ഇവിടെ മറ്റേ അസംബ്ലി പോലെയൊക്കെ ആൾക്കാരോ നിൽക്കും. ഓ ഇവിടെ എന്നായിരിക്കും പാട്ട് പാടണ ഗൈസ്. നോക്കാം എവിടെയാണെന്ന്. എനിക്കും കറക്റ്റ് സ്ഥലം അറിയാൻ പാടില്ല എവിടെയാണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ നിക്കട്ടെ. ഇപ്പൊ ടീച്ചറിനെ വിളിക്കുമായിരിക്കും ഗൈസ്. നമ്മുടെ പരിപാടി തുടങ്ങി ഗൈസ്. ഇവിടെയാണ് പരിപാടി. എന്നോട് ഇവിടെ നിന്നോളാണ് ഗൈസ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പാട്ട് കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ മുന്നിൽ നിപ്പുണ്ട് ഗൈസ്. അപ്പൊ യുവജനോത്സവത്തിന്റെ സ്റ്റാർട്ടിങ് ആണിത്. അപ്പൊ ഇതിൽ എന്റെ ചെറിയൊരു പാട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഡാൻസും പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പൊ നമുക്ക് പരിപാടി ആരംഭിക്കുമായിരിക്കും. ഇപ്പൊ ചിങ്ക സാർ ഇപ്പൊ പരിപാടി തുടങ്ങൂലേ? തുടങ്ങാൻ പോ അപ്പൊ പരിപാടി ആരംഭിക്കാൻ പോവാണ്. അപ്പോ എല്ലാവരോടും എന്റെ ഒരു നമസ്കാരം. നമ്മുടെ ഫെയിം ആൻഡ് ഷെയിം അഥവാ നമ്മുടെ ഷെയ്മർ ഫെയിം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സ്കൂൾ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഷിൻചാനാണ്. ഷിൻചാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ആലപിക്കുന്നതാണ്. അതിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ കഴിവുകൾ കാണിക്കേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ കഴിവുള്ളവർ? ഞാനുണ്ട്.
കഴിവുള്ളവൻ ഞാനുണ്ട് ഹൾക്ക്, നൈവിന് ഹൾക്ക്. ഞാൻ വരാം, എനിക്കൊരു കിടില ഹിഡൻ ടാലന്റ് ഉണ്ട്. പുളി പുളി, നമ്മുടെ ഹൾക്കിന് ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹൾക്ക് വാ നിന്റെ ഹിഡൻ ടാലന്റ് ഒന്ന് കാണിക്ക്. എന്റെ ഹിഡൻ ടാലന്റ് അപ്പൊ നിങ്ങൾ എല്ലാരെയും കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാരും അപ്പൊ എന്റെ ഹിഡൻ ടാലന്റ് കാണാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ഹിഡൻ ടാലന്റ് കാണിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്റെ ആദ്യത്തെ ഹിഡൻ ടാലന്റ് മിമിക്രി ആണ്, മിമിക്രി. അപ്പൊ ആദ്യത്തെ സൗണ്ട് എന്ന് പറഞ്ഞാൽ കാക്കിയുടെ സൗണ്ട്. ക്രാ ക്രാ ക്രാ. താങ്ക് യു. രണ്ടാമത് ഇനി കുതിരയുടെ സൗണ്ട്. കുച്ചു. അയ്യോ, കുതിരയല്ല, തീവണ്ടി. കുച്ചു. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താ കാണിക്കേണ്ടത്? പശു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ. ഇനി അടുത്തതായിട്ടുള്ളത് നിശബ്ദത. പൊളിയല്ലേ. അപ്പൊ എന്റെ ഹിഡൻ ടാലന്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ പോവുകയാണ്. അടുത്ത ഹിഡൻ ടാലന്റ് ഉള്ളത് ആരെയുണ്ട്? വാ, നീ എന്നെ സമ്മതിക്കണല്ലേ. കിടില ഹിഡൻ ടാലന്റ് എന്താ? എന്തൊരു വൃത്തിയുടെ ഹിഡൻ ടാലന്റ് ആണ്. ഇവരൊക്കെ ആരുടെ സൂപ്പർ ഹീറോ ആക്കിയത്? എടാ ഹൽക്ക്, നിന്നോടൊരു കാര്യം എനിക്ക് ഹിഡനാക്കി തന്നെ വെച്ചേക്ക്. അത് പുറത്തൊന്നും കാണിക്കണ്ട. കാണിച്ചാൽ ചിലപ്പോ നിന്നെ അവഞ്ചേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് കളയും. എടാ പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എടാ മോട്ടു പട്ടലും ഷിൻചാനും നിജാണ്ട് പാട്ടുണ്ട്. ഡോറിയമോനും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജെടുക്കാൻ മാമന് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടായിരുന്നില്ല? കിടിലം പാടിക്കാൻ മാമ. വാ സ്റ്റേജിലേക്ക് വാ. എന്റെ ഒരു മാപ്പിളപ്പാട്ടുണ്ട്. ഞാൻ ആ മാപ്പിളപ്പാട്ട് പാടാം. പണ്ട് ഞാൻ പള്ളിയിൽ പോയപ്പോ പാടിയ പാട്ടാണ്. എന്റെ ഒരു മാപ്പിളപ്പാട്ട് കീച്ചാമ്പാണ്. സുലൈമാന്റെ സുലൈമാന്റെ. എങ്ങനെയുണ്ട് ഗൈസ്? കല്ലാറോ. നല്ല ഫസ്റ്റ് ക്ലാസ് അലമ്പുപാട്ട്. പോയിരുന്നോ? വയസ്സിന് മൂത്ത ആളാണ്ടൊന്നും പറയുന്നില്ല. സുലൈമാന്റെ എന്ന് മാത്രമേ പാടുന്നുള്ളൂ. ഇതൊക്കെ പാട്ടാണോ? എടാ ഷിൻചാങ്കുഞ്ഞെ, നീ പോയി പാടാ. കീച്ചടാ നിന്റെ പാട്ട്. എല്ലാരും കാത്തിരുന്ന ദിനമെത്തി. ഹലോ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ ചിങ്ക സാർ, സ്റ്റേജിന് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെ എല്ലാവരോടും ഹായ്, ഒരു കൂപ്പുകൈ. ഇത്രയും നേരം എന്റെ ശബ്ദം ശ്രമിക്കുവാൻ വേണ്ടി മുന്നിൽ നിന്ന് സഹായിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ കൂട്ടുകാർക്കും മിത്രാദികൾക്കും ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നു. ഷിൻചാന്റെ പാട്ടാണ് ആദ്യമായിട്ട് തുടങ്ങാൻ പോണത്. എന്റെ സൗണ്ട് കട്ടി അറിയും, കാരണം ഞാൻ ഇത്ര സ്വാദകമൊക്കെ ചെയ്ത് സൗണ്ടൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ് ഗൈസ്. അപ്പൊ പാട്ട് നമുക്ക് തുടങ്ങാം. ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, ഒരു മുഖം, ഇരുമുഖം, പുതിയ മുഖം. അവന്റെ പുതിയ മുഖം ഓടാ ഷിൻചാനെ. ഇവിടെ ഓടാ നിന്റെ പുതിയ മുഖം. മിനി പുതിയ മുഖമായിട്ട് ഇവിടെ വന്നേക്കരുത്. നിന്റെ പുതിയ മുഖം. അയ്യോ എന്നെ തല്ലി. അയ്യോ എന്റെ പുതിയ മുഖത്തിനെ തല്ലി. അയ്യോ എന്റെ പാട്ട് അത്രയ്ക്ക് മോശമായിരുന്നു. എനിക്കറിയില്ല, ഇവരെയൊക്കെ എന്നെ തല്ലൂന്നാണ് തോന്നണത് ഗൈസ്. ഇവരെല്ലാം എന്നെ തല്ലാൻ ഇട്ടോണ്ട് ഓടിക്കാണ് ഗൈസ്. എന്റെ പുതിയ മുഖമൊക്കെ അവര് തല്ലി കൊല്ലും ഗൈസ്. അയ്യോ ദേ വന്നെ ഗൈസ്. അയ്യോ എനിക്ക് പേടിയാവണ്. ഇവരെല്ലാം എന്റെ പുറകെ വരുവാണ് ഗൈസ്. എന്റെ പാട്ട് നല്ലതല്ലായിരുന്നു ഗൈസ്. പാട്ട് നല്ല പാട്ടല്ല
പാടില്ലായിരുന്നു. അയ്യോ ഗൈസ് ഓടി വന്നെ ഗൈസ്. അയ്യോ ഗൈസ് നിങ്ങൾ പറ ഗൈസ്, ഞാൻ ഇങ്ങോട്ട് ചാടാൻ ഗൈസ്, എനിക്ക് പേടിയാവണ് ഗൈസ്. അപ്പുറത്തേക്ക് ചാടി എസ്കേപ്പ് ആവാൻ നോക്കാം, ചാടാൻ പറ്റൂ. ഓ മുള്ള് കമ്പി ചാടി ഇങ്ങോട്ട് വളർന്ന് രക്ഷപ്പെട്ട് ഗൈസ്. ഇവര് വരത്തില്ലെന്നാ ഗൈസ് തോന്നണത് ഗൈസ്. എന്റെ പാട്ട് നല്ല പാട്ടായിരുന്നില്ല ഗൈസ്, നിങ്ങൾ നല്ല പാട്ടാന്ന് പറ ഗൈസ്, അല്ലെങ്കിൽ അവരെ തല്ലാൻ വരും. ഓ ഗൈസ് ഓടി വന്നെ ഗൈസ്, ഓടി വന്നെ എന്നെ തല്ലൂന്നാ ഗൈസ് തോന്നണത് ഇവര്. നിന്നെ കൊല്ലൂടാ ഷിൻചാനെ, നിന്നെ ഞങ്ങൾ തല്ലി കൊല്ലൂടാ. ഞങ്ങളുടെ സമയം കളഞ്ഞിട്ടാണ് ഞങ്ങളോട് വന്നത്. നിന്റെ പുള്ളകളി പാട്ട് എന്ത് പുതിയ മുഖോ, നിന്റെ മുഖം ഇടിച്ചാൽ തിരിക്കുമെന്ന് നീ നോക്കിക്കോ. നീ ഇപ്പൊ എസ്കേപ്പായി, നിന്നെ മുഖം ഇടിച്ച് ഞങ്ങൾ തിരിക്കൂടാ. നോക്കിക്കോ. ഗൈസ് ഞാൻ ഓടി ഇപ്പൊ ഏതൊരു മച്ചിന്റെ വീടിന്റെ പൊക്കത്ത് കയറി ഇരിക്കുക ഗൈസ്. എനിക്ക് പേടിയാവണ്, താഴത്തോട്ട് ഇറങ്ങിയിട്ട് തല്ലി കൊല്ലും ഗൈസ്. എന്നെ എന്ത് ചെയ്യും എന്തോ ഗൈസ്. ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം ഗൈസ്. അപ്പൊ